ഇതെല്ലാം കാണുന്ന എല്ലാം മല്ലികയുടെ തൈകളാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ജാതിക്കാനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ഏറ്റവും അധികം നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇങ്ങോട്ട് വന്നാൽ ഇത് തായ്ലൻഡ് ലോങ് എന്ന് പറഞ്ഞ സപ്പോട്ട വെറൈറ്റിയാണ്. നിറച്ച് കായ്ക്കും. തായ്ലൻഡ് ലോങ്ങിന്റെ പ്രത്യേകത ഇതാണ്. ഹലോ ഫ്രണ്ട്, വെൽക്കം ടു ഫൺ വെറൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ടൂർ ഓൺ അവർ നഴ്സറി പാർട്ട് 2 ആണ്. അപ്പൊ നമ്മൾ പാർട്ട് 1 ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ മുകളിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ വീഡിയോ. അപ്പോൾ എന്നാൽ ഈ വീഡിയോ കൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തൈയുടെ വലിപ്പം, അതുപോലെ പുതിയതായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ ഓരോ ഐറ്റംസും കൃത്യമായിട്ട് നടുന്ന രീതി, അതുപോലെ എന്തൊക്കെയാണ് പരിപാലനം കൊടുക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ നഴ്സറിയുടെ ചെറിയൊരു ഇൻട്രോ തരാം. നമ്മുടെ നഴ്സറി അനന്തക്കാട് ഹൈടെക് ഫാം ആൻഡ് നഴ്സറി എന്ന് പറഞ്ഞ ആണ് നഴ്സറിയുടെ പേര്. അതുപോലെ നമ്മൾ കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് കോരമ്പിടിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നഴ്സറി സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. മിനിമം ഒരു 2500 രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫ്രീ ഡെലിവറി ആയിട്ട് സാധനം എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാറ്റലോഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കൂടെ പോകുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാറ്റലോഗും ബാക്കി എന്ത് ഡീറ്റെയിൽസും വേണേൽ വാട്സപ്പിൽ കൂടെ കിട്ടുന്നതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ, അതേ നമ്പറിൽ കോൾ ചെയ്താലും ഞാൻ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിരുന്നത് ഏകദേശം ഒരു 30ഓളം വെറൈറ്റികളായിരുന്നു. അതിനകത്ത് വെറൈറ്റി തെങ്ങുകളുടെ പല ഇനങ്ങൾ, അതുപോലെ എക്സോട്ടിക് ചെറി, എക്സോട്ടിക് ലോങ് ആൻഡ് വെറൈറ്റികൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വലിയ മാവുകൾ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മുതലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പം വലിയ മാവുകൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അൽഫോൺസയുടെ മാവുകൾ കാണാം. ഏകദേശം 6 അടി 7 അടി ഹൈറ്റ് വരെയുള്ള തൈകളാണ്. പക്ഷേ ചെറിയ തൈകളും ഉണ്ട്. ഏകദേശം ഒരു 5 അടി 2 സൈസിലൊക്കെയാണ് വരുന്നത്. 850 രൂപ 1200 രൂപയിലാണ് അൽഫോൺസയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ രത്നഗിരി അൽഫോൺസയുടെ തൈകളാണ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത മുതലമട വെറൈറ്റിയാണ് ഇത് കാണുന്നത്. നമുക്ക് മുതൽമട വെറൈറ്റികളെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കായ്ച്ചു കിട്ടും. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് വരുന്നതായിട്ട് അൽഫോൺസ് നമുക്ക് സാധാരണ രത്നഗിരിയുടെ പോലെ കായ്ബലം കുറവ് വരാറില്ല. നമ്മുടെ ക്ലൈമറ്റ് നന്നായിട്ട് ഷൂട്ട് ആവുന്നുണ്ട്, കായ്ച്ചു കിട്ടുന്നുണ്ട്. അങ്ങനത്തെ പല ഗുണങ്ങളുള്ളത് തന്നെയാണ് ഈ മുതലമട അൽഫോൺസ് വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് തോത്താപ്പൂരി വെറൈറ്റിയാണ്. തോത്താപ്പൂരി എന്ന് പറയുന്നത് സേലം മാങ്ങ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഐറ്റമാണ് ഈ തോത്താപ്പൂരി എന്ന് പറയുന്നത്. നമുക്ക് സേലത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ, തമിഴ്നാട് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് മുറിച്ചിട്ട് അത് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തരുന്ന ഐറ്റമാണ്. പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. റൈപ്പ് ആവുന്നതിന് മുന്നേ, പഴുക്കുന്നതിന് മുന്നേ കഴിക്കാൻ ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ്. പുളി ഒട്ടും ഇല്ലാത്ത ഐറ്റമാണ്. നല്ല പപ്പായ പോലെ നമുക്ക് കഴിക്കാം. അത് ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ല പച്ചയ്ക്ക് മാങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു സൂപ്പർ വെറൈറ്റിയാണ്. വളരെ പെട്ടെന്ന് കായ്ക്കും. അതും അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത മുതലമട വെറൈറ്റികൾ തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിയൂർ മാവാണ്. പ്രിയൂർ മാവിന്റെ ഏകദേശം ഒരു 5 അടി 6 അടി ഹൈറ്റുള്ള തൈയാണ്. ബഡ് തൈകളാണ്. ബഡ് തൈകളാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയിലായിരിക്കും വളർച്ച. ബഡ് തൈകൾക്ക് ഗ്രാഫ്റ്റ് തൈകൾ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഓരോ നോഡിന്നും അല്ലെ ഓരോ മുട്ടിന്നും നമുക്ക് 2-3 ബ്രാഞ്ചസ് വരുന്നതായിട്ട് കാണാം. അപ്പം കുറച്ച് ഭംഗിയിൽ തന്നെ വളരും. നമ്മൾ ട്രെയിനിങ്ങോ പ്രൂണിങ്ങോ ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് ഭംഗിയിൽ വളരും എന്നുള്ളതാണ് ബഡ് ചെയ്ത മാവുകളുടെ പ്രത്യേകത. പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ബഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിൽ നമുക്ക് വരും. അധികം മാനേജ്മെന്റ് നമുക്ക് മാവിന് കൊടുക്കേണ്ടതായിട്ട് വരില്ല. പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്തത് ഭയങ്കര ഷേപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാനേജ്മെന്റ് അല്ല കുറച്ച് പണി അതിന്റെ പുറകെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കായ്ക്കാനൊക്കെ ഈ ഒരു വലിപ്പമുള്ള തൈകൾ ഏകദേശം വേണ്ടി വരുന്ന ഒരു 1.5 കൊല്ലമൊക്കെയാണ് വേണ്ടി വരും. 6 അടി ആയിട്ടുള്ള തൈ നമുക്ക് ഇനിയിപ്പോൾ ഒരു 6 മാസം മാത്രമേ ഇനി സീസൺ ആവാൻ ടൈമുള്ളൂ, ഫ്ലവർ ചെയ്യാൻ വേണ്ടി ടൈമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ കായ്ക്കാനുള്ള അല്ല പൂടാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് 1.5 വർഷം പറയുന്നത്. പക്ഷേ നിങ്ങളിത് ശരിക്കും ഒരു ഡിസംബറിലോ അല്ലെ ജനുവരിയിലോ ആണ് എടുക്കുന്നതെങ്കിൽ 1 വർഷം കൊണ്ട് വരുന്ന സീസണിൽ തന്നെ കായ്പ്പിച്ചെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് കുറ്റ്യാട്ടൂർ മാവുണ്ട്. കുറ്റ്യാട്ടൂർ മാവ് നമുക്ക് ഏകദേശം ഈ ഒരു ഹൈറ്റാണ് വരുന്നത്. 4 അടി ഹൈറ്റ്. ഇപ്പം 4 അടി ഹൈറ്റേ ഉള്ളൂ. നമുക്ക് തൈകൾ കുറേ ആയി വരുന്നുണ്ട്. ഒരു 3 മാസം കൂടെ കഴിയുമ്പോൾ 5 അടി 6 അടി ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 850 റേഞ്ച് വരുന്നതാണ്. കുറ്റ്യാട്ടൂർ നമുക്ക് വലിയ മാവുകൾ എവിടെയും കിട്ടാറില്ല. അപ്പം നമ്മളത് പ്രത്യേകിച്ചൊരു സ്പെഷ്യലായിട്ടൊരു എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് കുറ്റ്യാട്ടൂർ മാവുകൾ നമ്മൾ വലിപ്പം വെപ്പിച്ച് കൊടുക്കുന്നത്. കാരണം കണ്ണൂരിൻ്റെ സ്വന്തം മാവാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതിന് എഫേർട്ട് എടുക്കേണ്ടത് കണ്ണൂരുകാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് തൈകൾ ആക്കുന്നതുകൊണ്ട് ചെറിയ തൈകൾ മുതൽ അവൈലബിൾ ആണ്. ഒരു 150, 250, പിന്നെ 350, പിന്നെ ഈ പറഞ്ഞ 850, അങ്ങനെ 4 റേഞ്ചിലാണ് കുറ്റ്യാട്ടൂർ അവൈലബിൾ. അതുപോലെ ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ ആണെങ്കിലും ചെറിയ തൈകളും മീഡിയം സൈസ് ചിലതിൻ്റെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ചെറിയ തൈകളും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 250 മുതലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ അൽഫോൺസ പ്രിയൂർ പോലത്തെ ഐറ്റത്തിൻ്റെ ബഡും ഗ്രാഫ്റ്റും ചെയ്ത തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 3 വർഷം കൊണ്ട് കായ്ച്ച് കിട്ടുന്നതായിട്ടും വരുന്ന ഐറ്റമാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാലാപ്പാടി മാവാണ്. കാലാപ്പാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാലാപ്പാടി നമുക്ക് വളരെ സ്യൂട്ടബിൾ ആണ് നമ്മുടെ വീടിന് മുന്നിലൊക്കെ വെച്ച് വളർത്തി കായ്പ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇലയാണ്. വളരെ നാരോ ആയിട്ടുള്ള നീളം കൂടിയ ഇലയാണ്. അതുപോലെ തന്നെ കുറ്റിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിന് കുറേ ഇലകൾ വരും. അപ്പം നമുക്ക് കാണുമ്പോൾ നല്ല ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരമായിട്ടാണ് കാലാപ്പാടിയുടെ കാണുക. അതുപോലെ തന്നെ ഇനി ബഡാണോ ഗ്രാഫ്റ്റ് ആണോ എന്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത് വളർന്ന് പടർന്ന് നിൽക്കും. അപ്പം കാണാനൊരു ബോൾ പോലെ നല്ലൊരു ഭംഗിയിൽ തന്നെ വീടിന് മുന്നിൽ നിൽക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കായ്ക്കാനായിട്ട് കാലാപ്പാടി ഈ ഒരു ഹൈറ്റുള്ള തൈയൊക്കെ വളരെ ചെറിയ കാലതാമസം കൊണ്ട് തന്നെ ഒരു കൊല്ലമോ
അല്ലെങ്കിൽ വരുന്ന ചിലപ്പോൾ ഈ 6 മാസം കൊണ്ട് തന്നെ ഇതൊക്കെ പൂവിടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പൂവിട്ടത് കാണാം. എന്നാൽ പോലും നമുക്ക് അത് ഈ പൂ എന്തായാലും ഇപ്പം കായ്ക്കില്ല, അല്ല കായ്പ്പിക്കാൻ പാടില്ല, കട്ട് ചെയ്ത് കളയണം. കാലാപ്പടിയുടെ ഒരു പ്രത്യേകത ഇതാണ്, വളരെ പെട്ടെന്ന് പൂവിടും. അതുപോലെ തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് കായ്ച്ചു കിട്ടുന്ന ഇനം തന്നെയാണ്. ഒരു ഈ ഹൈറ്റുള്ള തയ്യായതുകൊണ്ട് ഇനി നമുക്ക് വരുന്ന സീസണിൽ അടുത്ത ഫ്ലവറിങ്ങിൽ നട്ട് കഴിഞ്ഞാൽ അടുത്ത ഫ്ലവറിങ്ങിൽ കായ്പ്പിക്കാനായിട്ട് പറ്റും. ബാക്കി മാവുകളൊന്നും നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ കാലാപ്പടി നമുക്ക് അതിന് ഷൂട്ടാവുന്ന ഐറ്റം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഹിമാപസന്ത് മാവാണ്. ഹിമാപസന്ത് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം വലിപ്പം വരുന്ന ഐറ്റമാണ്. ഇമാം പസന്ത് എന്നും പറയും, ഒരു നോർത്ത് ഇന്ത്യൻ മാങ്ങ എന്ന് പറയും. പക്ഷെ നമ്മൾ നല്ല വലുപ്പവും വരും. ബംഗനപ്പള്ളിയുടെ ഒക്കെ അത്രയും നല്ല ടേസ്റ്റാണ്. പച്ചയ്ക്കാണെങ്കിൽ വലിയ പുളിപ്പില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പച്ചയ്ക്കും കഴിക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. പിന്നെ നമുക്ക് അച്ചാറിടാൻ സൂപ്പറാണ്. പഴുത്താലും നല്ല മധുരമുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ കായ്ക്കാനാണെങ്കിലും വലിയ താമസമൊന്നുമില്ല. പക്ഷെ കാലാപ്പാടിയോട് സിമിലർ ആയിട്ട് ഇല ആയതുകൊണ്ട് അതും ഒരു ഭംഗി തന്നെയാണ്. വീടിന്റെ മുന്നിൽ ഹിമാപസന്തിന്റെ ഒരു മാവ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തളിരലയൊക്കെ വരുന്ന ടൈമിൽ ചുവപ്പ് കളറാണ്. അതുകൊണ്ട് നല്ല കുറ്റിച്ച് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഹിമാപസന്ത്. അതുപോലെ നമുക്കിപ്പോൾ നഴ്സറി ടൂർ ആയതുകൊണ്ട് കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വളരെ ഷോർട്ടായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓരോ മാംഗോ വെറൈറ്റീസ്, അല്ലെ ടോപ്പ് 10 മാംഗോ വെറൈറ്റീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പ്ലാവുകളുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിരിക്കും. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ള അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത കുറച്ച് വെറൈറ്റികളെ പരിചയപ്പെടുത്താം. നമുക്കിപ്പം പറഞ്ഞ അൽഫോൺസി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ തോത്താപ്പുരി ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വെക്കാൻ പറ്റുന്ന നീലം വെറൈറ്റി ഉണ്ട്. നീലം ഏകദേശം 5 അടി ഹൈറ്റുള്ള തൈകളുണ്ട്. സിന്ദൂരത്തിൻ്റെ അപ്രോച്ച് ഗ്രാഫ്റ്റഡ് വെറൈറ്റി ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞ 5 അടി ഹൈറ്റ് ആണ്, ഏകദേശം 850 രൂപയാണ്. 1 അല്ല 1.5 കൊല്ലം കൊണ്ട് കാഴ്ച കിട്ടുന്ന വെറൈറ്റികൾ തന്നെയാണ്. വരുന്ന സീസണിൽ കാഴ്ച കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത സീസണിൽ കായ്ക്കും, അല്ലെങ്കിൽ വരുന്ന സീസണിൽ തന്നെ കായ്ക്കും. ഇനി ബഡ് ചെയ്ത കുറച്ച് വെറൈറ്റികളെ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് മല്ലികയാണ്. മല്ലികയുടെ ഏകദേശം 5 അടി ഹൈറ്റുള്ള തൈകളാണ് ഉള്ളത്. മല്ലികയുടെ ബഡ് ചെയ്ത തൈകളാണ്. അപ്പം നമുക്ക് മല്ലിക പലരും പറയാറുണ്ട് മല്ലിക കായ്ക്കാനായിട്ട് ലേറ്റ് ആവുന്നുണ്ട്. മല്ലിക വലിപ്പം കൂടിയ മാങ്ങ ആയതുകൊണ്ട് ചിലപ്പോൾ 4 കൊല്ലം വരെ എടുക്കും. പക്ഷേ ഇങ്ങനെ വലിയ തൈകൾ എടുക്കുവാണെങ്കിൽ ഒരു 2 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കും. ഇത് ബഡ് ചെയ്ത് പാലക്കാട് നിന്ന് വരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് കായ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പലരെയും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേടിക്കേണ്ട ആവശ്യമില്ല. കായ്ക്കാൻ കുറച്ച് ലേറ്റ് ആവും, പക്ഷേ വലിയ തൈയാണ് 2-2.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു കിട്ടും. മല്ലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ലോകത്തിൽ തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ബ്രിക്സിൽ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. പക്ഷെ കായ്ബലത്തിൽ നമുക്കിപ്പം ബാക്കിയുള്ള വെറൈറ്റികൾ വെച്ച് നോക്കുമ്പോൾ എണ്ണം കുറച്ച് കുറവായിരിക്കും മരത്തിലെന്നേ ഉള്ളൂ. ഭയങ്കര ഭംഗിയുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബഡ് തൈയാണ്. ബനാന മാംഗോയുടെ ബഡ് തൈയാണ്. ബനാന മാംഗോ എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് മാവുകളാണ്. ഇതിന്റെ വലിയ തൈകൾ പലരും അന്വേഷിക്കാറുണ്ട്. ഏകദേശം 5 അടി ഹൈറ്റുള്ള തൈയാണ്. ബ്രാഞ്ചസ് അധികം ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല, 1-2 ബ്രാഞ്ചസ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്ത് വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയ ടൈമിലാണ് ഉള്ളത്. അതുപോലെ നമുക്ക് ഇതിൻ്റെയൊക്കെ വണ്ണം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു വളർച്ചയുടെ വണ്ണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അടിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇഞ്ച് വലുപ്പം തന്നെ ഉണ്ട്, 2 സെന്റിമീറ്ററോളം വണ്ണമുണ്ട്. അപ്പം വണ്ണമുള്ള തൈ തന്നെയാണ്. ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയ പരുവത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് സിന്ദൂരത്തിന്റെ അപ്രോച്ച് ഗ്രാഫ്റ്റഡ് തൈകളാണ് ഈ കാണുന്നത്. അതൊക്കെ നമുക്കൊരു 5 ഫീറ്റ് ആണ്. ഈ പറഞ്ഞ റേറ്റ് ആണ് വരുന്നത്. കാണുന്ന എല്ലാം മല്ലികയുടെ തൈകളാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പറഞ്ഞാൽ നമുക്ക് നാംഡോക്കുമായി ഉണ്ട്, പിന്നെ നമുക്ക് കാത്തിമണ്ണുണ്ട്, അങ്ങനത്തെ തായ്ലൻഡ് ഇനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സാധാ വെറൈറ്റികളേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് റോസ്, ചന്ദ്രക്കാരൻ, കൊളമ്പ്, കോട്ടൂർക്കോണം വരിക്ക, അങ്ങനത്തെ വെറൈറ്റികളുടെ ഒക്കെ വലിയ തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അത് മീഡിയം സൈസ് തൈകളും അവൈലബിൾ ആണ്. ഏകദേശം 5 അടി അല്ല 4 അടി ഹൈറ്റുള്ള 750-900 റേഞ്ചിലുള്ള തൈകളും, അതുപോലെ തന്നെ 1200 റേഞ്ചിലുള്ള 6 അടി ഹൈറ്റിലുള്ള തൈകളും അവൈലബിൾ ആണ്. അപ്പോൾ 1200 റേഞ്ചിലുള്ള തൈകൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കും. അല്ല വരുന്ന സീസണിൽ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച കിട്ടുന്ന ഐറ്റം തന്നെയാണ്. ഇനി നമുക്ക് പ്ലാവ് വെറൈറ്റികളിലെ വലിയ തൈകൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വിയറ്റ്നാം സൂപ്പർ അർലിയുടെ പ്ലാവുകളുണ്ട്. സാധാരണ നമുക്കറിയാം വിയറ്റ്നാം എല്ലായിടത്തും നമുക്ക് കിട്ടുന്നതാണ്. ഏകദേശം 5 അടി ഹൈറ്റ് ഉള്ളത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് 600 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറേ കൂടെ വലിയ തൈ 1200 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട്. അതാണ് വിയറ്റ്നാം സൂപ്പർ അർലിയാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ തൈകളൊക്കെ. ഇതൊക്കെ വിയറ്റ്നാം സൂപ്പർ അർലിയുടെ തൈകളാണ്. ഈ ഒരു വലുപ്പമാണ്, 5 അടി ഹൈറ്റിലുള്ള തൈകളാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ഡാങ്സൂരിയുടെ തൈകളാണ്. ഡാങ്സൂരിയുടെ ഏകദേശം 5 അടി 6 അടി ഹൈറ്റിലുള്ള തൈകളുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് കുറവാണ്, എന്നാലും നമുക്കിതാ ഈ ഒരു വലുപ്പമൊക്കെയുള്ള തൈകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇതും നമ്മൾ കൊടുക്കുന്നത് 850, 1200 അങ്ങനെ 2 റേഞ്ചിലാണ് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എത്തിക്കുവാണെങ്കിലും വലിയ തൈകൾ പലരും എടുക്കുമ്പോൾ ഇപ്പോൾ സംശയിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഈ നമ്മുടെ നഴ്സറിയിലുള്ള അതേ ഹെൽത്തിൽ അതേ രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗംലെസ് ജാക്ക് ഉണ്ട്. ഗംലെസ് ജാക്കിൻ്റെ ഏകദേശം 5 അടി ഹൈറ്റുള്ള തൈയുണ്ട്. ഗംലെസ് ഒക്കെ ആകുമ്പോൾ ഈ 600 രൂപ മാത്രമേ 5 അടി ഹൈറ്റിലുള്ള വരുന്നുള്ളൂ. അപ്പം ഗംലെസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാലാപ്പാടി പോലെയാണ്, ഭയങ്കര ഭംഗിയിൽ നമുക്ക് നിൽക്കും. ഡാങ്സൂരിയും ഏകദേശം സിമിലർ ആണ്. നല്ല ഉരുണ്ട് നമുക്ക് ചെറിയ ഇലയായിട്ട് തന്നെ കുറ്റിച്ച് നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ നമ്മുടെ സോമ്പാടി വരിക്കാന്ന് പറഞ്ഞാൽ ഗംലെസ് വെറൈറ്റി ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. ചിപ്സിനൊക്കെ സൂപ്പറാണ്. വളരെ ഫ്ലേവറും അതുപോലെ നല്ല മധുരവും ഉള്ള ഐറ്റമാണ്. നമുക്ക് ഈ നല്ല കട്ടി ഉണ്ടാവും, അപ്പോൾ നമുക്ക് ചിപ്സിന് ബെറ്ററാണ്. പിന്നെ അതുപോലെ നമുക്ക് ഷെൽഫ് ലൈഫ് നന്നായിട്ട് കിട്ടും. കൃഷിയാണെങ്കിൽ പോലും
നമുക്ക് ഗംലസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അത് നമ്മൾ പ്ലാവുകളുടെ തന്നെ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന വെറൈറ്റികളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഗംലസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ തീർച്ചയായിട്ടും ഗംലസ് നമുക്ക് പ്ലാന്റേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. കാരണം അതിൻ്റെ നമ്മുടെ മാനേജ്മെന്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ വളരെ കുറവ് വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാഴ്ച കിട്ടുന്നതായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഈ വലിപ്പമൊക്കെയുള്ള തൈകളാണ് നമുക്ക് ഏകദേശം ഒരു 1.5 കൊല്ലം 2 കൊല്ലം കൊണ്ടാണ് കായ്ക്കുക. നമ്മൾ ചെറിയ തൈകളാണ് ഏകദേശം ഒരു 2.5 മുതൽ ഒരു 3-3.5 കൊല്ലം വരെ ആവശ്യം വരും. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ ഡാങ്സൂരിയുടെ തൈകളാണ് 5 അടി ഹൈറ്റുള്ള. പിന്നെ നമുക്ക് സിദ്ധു ഉണ്ട്, വാഡ സിംഗപ്പൂർ ഉണ്ട്. വാഡ സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെമി ഡ്വാർഫായിട്ടുള്ള വെറൈറ്റിയാണ്, ഭയങ്കര വലിപ്പം വരില്ല. അതിൻ്റെ നമുക്ക് ഏകദേശം ഒരു 4 അടി 4.5 അടി ഹൈറ്റുള്ള തൈകളാണ് വാഡ സിംഗപ്പൂരിൻ്റെ വരുന്നത്. നല്ല വലിയ ചക്കയാണ്, നമുക്ക് കുള്ളനിലത്ത് നല്ല വലിയ ചക്ക ഇടുന്ന ഒരു വെറൈറ്റിയാണ്. ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്, നല്ല ടേസ്റ്റും നമുക്ക് ഈ ചുളയ്ക്ക് ദൃഢതയും ഉള്ള വെറൈറ്റി തന്നെയാണ് നമുക്ക് വാഡ സിംഗപ്പൂർ. അപ്പോൾ കുള്ളനിനങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ചോയ്സ് ആയിരിക്കും നമ്മുടെ ഈ വാഡ സിംഗപ്പൂരും. അതുപോലെ നമുക്ക് സിദ്ധുവിൻ്റെ ഒരു 5 അടിയൊക്കെ ഹൈറ്റുള്ള തൈകളുണ്ട്. സിദ്ധു എല്ലാവരും ചോദിക്കുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു 5 അടി ഹൈറ്റുള്ള കുറച്ച് തൈകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. കൂടുതൽ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തൈകൾ വളർത്താൻ പറ്റാറില്ല. പിന്നെ ഇത് സിന്ദൂർ ജാക്കാണ്. സിന്ദൂർ ജാക്കിൻ്റെ ഏകദേശം 7 അടി 8 അടിയൊക്കെ ഹൈറ്റുള്ള തൈകളുണ്ട്. സിന്ദൂർ ജാക്കാകുമ്പോൾ നമുക്ക് വലിപ്പം വരുന്ന മരമാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വലിപ്പം വരുന്ന പ്ലാവുകൾ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഒരു സൂപ്പർ സെലക്ഷൻ തന്നെ ആയിരിക്കും സിന്ദൂർ. കാരണം നല്ല മധുരവും ടേസ്റ്റും ഉള്ള വെറൈറ്റിയാണ്. ഒരു ഏകദേശം ഒരു ഓറഞ്ച് പിങ്കിഷ് ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ചുളകളായിരിക്കും. നല്ല മധുരമാണ്. നല്ല വെയിലത്ത് വെക്കുക. പ്ലാവിൻ്റെ കാര്യമൊക്കെ നമുക്ക് നല്ല വെയിലത്ത് വെക്കുക. പിന്നെ മഴക്കാലമാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക, ചപ്പയവറുകൾ നിലത്തില്ലാതെ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ് പ്ലാവിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും. അതുപോലെ പ്ലാവുകൾ നമുക്ക് പ്രൂൺ ചെയ്ത് പടർത്താൻ പറ്റണമെന്നില്ല. മാവുകളാകുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് പടർത്താൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് ഇത് നമുക്ക് വിയറ്റ്നാമിൻ്റെ തന്നെ കുറേ കൂടെ വലിയ തൈയാണ്. 1200 ഞാൻ പറഞ്ഞതാണ്. ഏകദേശം ഒരു 6 അടി 7 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് കാഴ്ചയൊക്കെ തുടങ്ങിയ പ്ലാവുകൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഡെലിവറി ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രൂൺ ചെയ്യാൻ അത്രത്തോളം നമുക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നീളമുണ്ട്. അപ്പം നമ്മൾ വിയറ്റ്നാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വിയറ്റ്നാം സൂപ്പർ അർലിയൊക്കെയാണ് നമുക്ക് വലിയ മരം ആവാത്ത സാധനമായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു 5 അടി അല്ല 6 അടി ഹൈറ്റിന് താഴെ നിൽക്കുന്ന ഇനങ്ങൾ തൈകൾ എടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു 4.5 അടിയൊക്കെ ഹൈറ്റുള്ളതാണ്. ഇത് ഞങ്ങളിപ്പോൾ 600 കൊടുക്കുന്ന തൈയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വളരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കരുത്തുണ്ട്. അതുപോലെ നല്ല ബ്രാഞ്ചസ് വന്ന തൈകളാണ്. അപ്പോൾ ഇത് കൂട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ബുഷായിട്ട് നിൽക്കും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീണ്ടിപ്പം തന്നെ നിൽക്കുന്നതാണ്, കവർ നിൽക്കുന്നതായിട്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പ്രൂൺ ചെയ്ത് പടർത്താൻ പറ്റില്ല. നിങ്ങൾ വെച്ചാലും അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ പ്ലാവിൻ്റെ വലിയ പ്ലാവുകൾ ഐറ്റംസ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലാവിൻ്റെ ചെറിയ തൈകളാണെങ്കിൽ നമുക്ക് വളരെ കൂടുതൽ വെറൈറ്റികളുണ്ട്. ഏകദേശം 20-22ഓളം വെറൈറ്റികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമുക്കിനി ജാതിക്കയുടെ കുറച്ച് വലിയ തൈയാണ്. ജാതിക്കയുടെ നമുക്ക് പറയപ്പെടുന്ന നമുക്ക് കിണറ്റുകര 2-3 വെറൈറ്റികളുണ്ട്. അപ്പോൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പെൺമരമാണെങ്കിലും ആൺമരം വേണം കായ്ക്കാൻ എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് സത്യമാണ്, പലരും ചോദിക്കാറുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ആൺപൂവും പെൺപൂവും 2 മരത്തെ തന്നെ ആയിരിക്കും. നമ്മൾ ബഡോ ഗ്രാഫ്റ്റോ കായ്ച്ച ഒരു മരത്തിൻ്റെ അടുത്ത് ചെയ്തതാണെങ്കിൽ നമുക്ക് 100% അത് നമുക്ക് പെൺമരമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കും. പക്ഷേ എന്നാലും ആൺമരത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് പറയാനുള്ളത് നമുക്ക് ഈ നട്ട്മെഗിൻ്റെ ഫാമിലി ആണെങ്കിൽ നമുക്ക് ഈ ജാതിക്കയുടെ തന്നെ ആൺമരം വേണമെന്നില്ല. കുറേ അധികം വൈൽഡ് മരങ്ങളുണ്ട് നമുക്ക് കാണുന്നതുമൊക്കെ ആയിട്ടുള്ള, പക്ഷേ നമുക്ക് പേരുകളൊന്നും അറിയത്തില്ലാത്ത പല വെറൈറ്റികളുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ മരങ്ങൾ ഇപ്പം കായ്ക്കുന്നതാണ്. പക്ഷേ ഇവിടെ അടുത്തൊന്നും ഒരു ജാതി മരങ്ങളും ഇല്ല, ജാതി മരങ്ങളേ ഇല്ല, ആണോ പെണ്ണോ ആയിട്ടുള്ള ജാതി മരങ്ങളില്ല. പക്ഷേ ഇവിടുത്തെയൊക്കെ എല്ലാം തന്നെ നമുക്കിപ്പോൾ പൂട്ട് കായ്ച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ ആദ്യം കാണിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിണറ്റുകരയുടെ തന്നെ കായ്ച്ച് നിൽക്കുന്ന മരങ്ങളാണ്. ഇപ്പോൾ ഏകദേശം 1 2 3 4 5 തട്ടൊക്കെ വന്ന തൈകളാണ്. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 4-4.5 വർഷത്തോളം പ്രായമുള്ള തൈകളാണ്. ഇതിൻ്റെ ചെറിയ തൈകളുമുണ്ട്. ജാതിക്കാനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ഏറ്റവും അധികം നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഇതിൻ്റെ ആദായം അല്ലെ പ്രൈസ് കുറയാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിന് തണലുള്ള സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ചലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡിമാൻഡ് ഒന്നും അങ്ങനെ കുറയാതെ നിൽക്കുന്നത്. നമുക്ക് തെങ്ങും തോട്ടോ അല്ലെങ്കിൽ കവുങ്ങും തോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയൊരു സൂപ്പർ ഓപ്ഷൻ തന്നെയായിരിക്കും ജാതിക്ക. അതിൻ്റെ ബഡ് ചെയ്ത തൈകൾ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ബഡ് ആയിരിക്കണം, നല്ല തട്ട് തിരിഞ്ഞ് വരുള്ളൂ, നല്ല ഭംഗിയിൽ നല്ല കരുത്തിൽ വളരുള്ളൂ. പിന്നെ കാട്ടിയാതി ബഡ് ചെയ്ത് നാട്ടിയാതി ബഡ് ചെയ്ത് അത് നമുക്ക് വലിയ കാര്യമാക്കേണ്ടതില്ല. കാട്ടിയാതി ബഡ് ചെയ്താലും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നാട്ടിയാതി ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. റംബൂട്ടാൻ കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. റംബൂട്ടാൻ കിങ് എന്ന് പറഞ്ഞാൽ 15 പഴം മാത്രം വേണ്ടി വരുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ്. വലിപ്പം കൂടിയ പഴമാണ്, വലിപ്പം കൂടിയ ഫ്ലഷ് ആണ്, മധുരം കൂടുതലാണ്, പൊഴിച്ചിൽ കുറവാണ്. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് പോലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഇത് വരുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞെടുത്ത് ഇതിലൊക്കെ കുറേ തൈകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കുറച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് 3ാമത്തെ 4ാമത്തെ പാട്ടായിട്ട് അതും കാണുമെന്ന് വിചാരിക്കാം. പിന്നെ റംബൂട്ടാൻ്റെ വലിപ്പം കൂടിയ N18 തൈകളാണ്. ഏകദേശം 1200 രൂപ വരുന്ന 5 അടി 6 അടി ഹൈറ്റുള്ളതാണ്. പ്രൂൺ ചെയ്തതും പ്രൂൺ ചെയ്യാത്തതൊക്കെ ഉണ്ട്. എല്ലാം 1200 ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. പ്രൂൺ ചെയ്തത് കുറച്ചൊരു 6 അടിയൊക്കെ ഹൈറ്റ് അല്ലെ 7 അടി ഹൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ 1500 അത് കൊടുക്കുക. അത് നമുക്ക് കുറച്ചുകൂടെ 3-4 മാസം കഴിയും. ഈ കൊല്ലത്തെ നമുക്ക് ഏകദേശം കഴിക്കും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഡുക്കുവാണ്. അത് ഹോം ഗ്രൗണ്ട് തൈയാണ്. ഡുക്കുവിൻ്റെ
ഏകദേശം ഒരു 4-5 അടി ഹൈറ്റുള്ള തൈയുണ്ട്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, 1200 രൂപയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു കായ്ക്കാൻ വേണ്ടി 3 വർഷമൊക്കെ വേണ്ടി വരുള്ളൂ. ലോങ്ങൻ അല്ല ലാങ്സെറ്റിനോടൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നല്ല നമുക്ക് ഈ റംബുട്ടാൻ പോലെ തന്നെ ഒരു ഫ്ലഷ് ഉള്ളിൽ കിട്ടും. നല്ല മധുരമുള്ള ഐറ്റമാണ്. വലിയ വലിപ്പമൊന്നും വരാതെ പടർന്നു വന്ന് കായ്ക്കുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട് വെറൈറ്റി തന്നെയാണ് ഈ ഡുക്കു എന്ന് പറയുന്നത്. ഇതിന് ഇപ്പം നമുക്ക് എലഞ്ഞിയാണ്. എലഞ്ഞി എന്ന് പറഞ്ഞ ഒരു മരമാണ്. നമുക്ക് പൂവ് ഉണ്ടാവും, നല്ല സ്മെല്ലുണ്ടാവും, വലിയ വൃക്ഷമാവുന്നതായിട്ടാണ്. തണൽമരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഫ്രൂട്ടെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. ഫ്രൂട്ടിനായിട്ടല്ല, തണൽമരമായിട്ട് തന്നെയാണ് ഇത് വെക്കുന്നത്. നല്ല ഭംഗി നിൽക്കും, പെട്ടെന്ന് വളരും. പിന്നെ അതിൻ്റെ മുന്നിൽ നമുക്ക് റെഡ് പാം ഉണ്ട്. റെഡ് പാം നമുക്ക് ഭംഗിക്ക് ഓർണമെൻ്റൽ ആയിട്ടുള്ള പർപ്പസിന് വെക്കാൻ പറ്റിയ ഐറ്റം മാത്രമാണ്. പിന്നെ അതിൻ്റെ ഇങ്ങോട്ട് വന്നാൽ ഇത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ്. പിന്നെ നമുക്കിത് ട്രോപ്പിക്കൽ ബ്ലൂബെറി അല്ലെ വൈൽഡ് ബ്ലൂബെറി എന്നൊക്കെ പറയുന്ന ബ്ലൂബെറിയുടെ ഒരു സ്പീഷീസിൽ പെട്ട ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ നല്ല ഭംഗിയിലുള്ള പൂവുണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും. പക്ഷേ ഫ്രൂട്ടിന് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഇല്ല, ചെറിയ ചവർപ്പോട് കൂടി ഒരു മധുരം മാത്രമേ ഉള്ളൂ. നമ്മുടെ കുരുവിനോട് ചേർന്ന് കുറച്ച് ഫ്ലഷ് മാത്രമേ നമുക്ക് ബ്ലൂബെറി ഈ വെറൈറ്റിയിൽ കിട്ടാനുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്ലൂബെറി ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കും തൈകൾ. പക്ഷേ നമുക്ക് ഫുൾ ബ്ലൂബെറിയുടെ ആ ഒരു ടേസ്റ്റും ക്യാരക്ടേഴ്സും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല അത്. പിന്നെ നമുക്ക് ഈ ബുഷ് ഓറഞ്ചിൻ്റെ കുറച്ച് വലിയ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്. ബുഷ് ഓറഞ്ച് അതൊക്കെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയ ഐറ്റംസ് ആണ്. ഏകദേശം 4 അടിയൊക്കെ ഹൈറ്റ് കായ്ച്ചു തുടങ്ങി മുന്നേ കായ്ക്കുന്നതാണ്. ബുഷ് ഓറഞ്ചിന് വലിയ വലിപ്പം വരേണ്ടതായിട്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും. പിന്നെ നമുക്കിവിടെ കാണുന്നത് നമുക്ക് പെട്രിയയുടെ കുറച്ച് കളേഴ്സാണ്. പെട്രിയ നമുക്ക് സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്നതിൻ്റെ ഒരു 3-4 കളേഴ്സാണ്. നമ്മൾ ചെടികൾ വളരെ കുറവാണെങ്കിലും കുറച്ച് നല്ല വെറൈറ്റീസ് നമ്മൾ എപ്പോഴും കൊണ്ടുവെക്കാൻ ശ്രമിക്കും. ചെടിക്കായിട്ട് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇത് നമുക്ക് റൂബി ലോങ്ങന്റെ ചട്ടി നിന്ന് കായ്ച്ചുകൊണ്ടിരിക്കുന്ന തൈയാണ്. ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് നിറച്ച്. ഇപ്പോൾ റൂബി ലോങ്ങന്റെ ഒരു ഗുണം പറയാനാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ചെറുതായിട്ട് നിന്ന് കായ്ക്കുന്നതായിട്ടാണ്. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ ഫ്ലഷ് വളരെ കുറവാണ്, കുരു വലിപ്പം കൂടിയതാണ്. അതുകൊണ്ട് നമുക്ക് അധികം ഇതിന്ന് ഫ്രൂട്ടായിട്ട് നമുക്ക് വെച്ച് പറിച്ച് കഴിച്ച് ടേസ്റ്റ് അല്ല ഫ്രൂട്ടായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് വെക്കല്ല. പക്ഷേ ഭംഗിക്കോ അല്ല നമുക്ക് ചെറുതായിട്ട് ചെറിയ സ്ഥലത്ത് വെച്ച് കായ്പ്പിക്കാൻ ഒരു ലോങ്ങൻ ആവശ്യമുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. ഓർണമെന്റലായിട്ട് ചിന്തിച്ചാൽ പോലും ഇതിൻ്റെ കളറും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗി തന്നെ വരും. നമ്മളിപ്പോൾ അധികമായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ് അതങ്ങ് ആ രീതിയിൽ നിൽക്കുന്നത്. നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് തന്നെ പെട്രിയയുടെ കുറച്ചുകൂടെ വലിപ്പമുള്ള തൈകളാണ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. വാഗ മരങ്ങളിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. മഞ്ഞ കളർ പൂ വരും, റോസ് കളർ പൂ വരും, 2 കളറിൽ വരുന്നുണ്ട്. അത് കൊലയായിട്ട് കായ്ക്കും. നമ്മുടെ വീടിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ പടർന്ന് നിൽക്കുന്ന ഐറ്റം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് തായ്ലൻഡ് ലോങ് എന്ന് പറഞ്ഞ സപ്പോട്ട വെറൈറ്റിയാണ്. നിറച്ച് കായ്ക്കും. തായ്ലൻഡ് ലോങ്ങിൻ്റെ പ്രത്യേകത ഇതാണ്, നിറച്ച് കായ്ക്കും എന്നുള്ളതാണ്. ഏകദേശം ഒരു കൊലയിൽ 2, 3, 4 വണ്ണമൊക്കെ വെച്ചിട്ട് നിറച്ച് കായ്ച്ചു വയ്ക്കും. ഇതിപ്പോൾ അധികം വലിപ്പം വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ കായ്പ്പിക്കാൻ വിട്ടതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ കൊല്ലം കുറച്ചൊന്ന് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സ്റ്റഡി ആക്കി മരത്തിനെ നിർത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ 2-3 സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് മരത്തിന് നിർത്തിയേക്കുന്നത്. അപ്പോൾ അതാണ് തായ്ലൻഡ് ലോങ്ങിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നീളം ഉണ്ടാവും, 2 ഇഞ്ചോളം നീളം ഉണ്ടാവും. പക്ഷെ നല്ല മധുരവുമാണ്, നിറച്ച് കായ്ക്കുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ചെറിയ തൈയൊക്കെയാണ് 1.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങും. ഈ ബനാന സപ്പോർട്ടിനേക്കാളും കായ്ഫലം കൂടുതലാണ്, അതിൻ്റെ അതേ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ സൈസ് ബനാന സപ്പോർട്ടിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും എന്നുള്ളതാണ് തായ്ലൻഡ് ലോങ് സപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന റോസ് ചാമ്പയുടെ കുറച്ചുകൂടി റെഡിഷ് കളർ വരുന്നതാണ്. കുറച്ച് ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു 2 കൊല്ലമായിട്ട് നിറച്ച് കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ലെയർ ചെയ്യുന്ന തൈകളാണ്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിൽ നിറച്ച് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ്. പിന്നെ ഇത് ഗ്രൂമി ചാമയുടെ ഒരു മീഡിയം സൈസ് തൈയാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഏകദേശം 2500 രൂപയ്ക്കാണ്. ഇതിൻ്റെയും വലിയ തൈകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഓൾ സ്പൈസസ് ആണ്. നമ്മുടെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണങ്ങൾ, അത് ഓൾ സ്പൈസസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്പൈസസ് ഒന്നും അല്ല, 3 സ്പൈസസിന്റെ മണം വരും. ഒന്ന് കറുവപ്പട്ട, ഒന്ന് ഗ്രാമ്പു, അതുപോലെ ജാതിക്ക. ഈ ഇല എടുത്ത് നമ്മൾ ഞെരടിയിട്ട് മണത്ത് നോക്കുവാണെങ്കിൽ ഓരോ സ്മെല്ലും നമ്മൾ മനസ്സിൽ വെച്ചിട്ട്, ഇപ്പം ജാതിക്കയുടെ സ്മെല്ലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ മണത്ത് നോക്കി കഴിഞ്ഞാൽ ജാതിക്കയുടെ സ്മെല്ല് കിട്ടും. അതേ സ്ഥാനത്ത് നമ്മൾ ഗ്രാമ്പൂൻ്റെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഗ്രാമ്പൂൻ്റെയും കിട്ടും, കറുവപ്പട്ടയുടെയും കിട്ടും. അങ്ങനെ അതുകൊണ്ടാണ് ഓൾ സ്പൈസസ് എന്ന് ഈ ചെടിയെ വിളിക്കുന്നത്. എല്ലാ സ്പൈസസിൻ്റെയും മണം വരുമെന്ന് പലരും വിചാരിക്കുന്നത്. പക്ഷേ ഈ 3 സ്പൈസസിൻ്റെ മാത്രമാണ് സ്മെല്ല് വരിക. ബിരിയാണിയിലൊക്കെ നമ്മൾ ഉണക്കിയിടാനും അതുപോലെ അങ്ങനെ എല്ലാ സ്പൈസസിൻ്റെ പകരം ഉപയോഗിക്കാൻ ഒരു ആൾട്ടർനേറ്റീവ് ആയിരിക്കും ഈ ഓൾ സ്പൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഒട്ടും തന്നെ വേണ്ട, നിറച്ച് കായ്ച്ച് കിട്ടുന്നൊരു, നിറച്ച് വളർന്ന് കിട്ടുന്ന ഇല കുറേ പ്രൊഡക്ഷൻ തരുന്നൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ നമുക്കിത് റിയോ ഗ്രാൻഡിൻ്റെ ഏകദേശം ഒരു 4 അടിയോളം വലുപ്പമുള്ള തൈയാണ്. ഇനി നമുക്കൊരു 1.5 കൊല്ലം കൊണ്ടൊക്കെ കായ്ച്ച് കിട്ടുന്ന റിയോ ഗ്രാൻഡിൻ്റെ തൈകളാണ് ഈ നിൽക്കുന്നത്. റിയോ ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഇനത്തിൽ ഏറ്റവും മധുരമുള്ളതും നമുക്ക് പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്ന പോലത്തെ ഒരു വെറൈറ്റി തന്നെയാണ് റിയോ ഗ്രാൻഡ്. ചെറിയോ ഫ്രിയോ ഗ്രാൻഡ് എന്ന് പറയും. ഇപ്പം ഏകദേശം ബ്ലാക്കിഷ് കളറിൽ വരുന്ന നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. പിന്നെ ഇത് അർസാബോയുടെ തൈയുണ്ട്, 4 സീസൺ ലോങ്ങിൻ്റെ കുറച്ച് വലിയ തൈയുണ്ട്. പിന്നെ ഇത് നമുക്ക് സബാറയുടെ വലിയതാണ്, നമുക്ക് കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്, 2 കൊല്ലമായിട്ട് കായ്ക്കുന്നതാണ്. സീഡ്ലിംഗ് തന്നെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 8 വർഷത്തോളം പ്രായമുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ സബാറ വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കായ്ച്ച് കിട്ടുന്ന, അല്ല പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ സബാറയുടെ കാര്യത്തിൽ ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ നമുക്കിവിടെ കുറച്ച് കവുങ്ങ് തൈ ഉണ്ട്. ഇനി കവുങ്ങ് തൈനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ കവുങ്ങ് തൈകൾ നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത് വിൽക്കപ്പെടുന്ന ഒരു സാധനമാണ് കവുങ്ങ്.
കവുങ്ങിൽ നമുക്ക് 5 വെറൈറ്റികളാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഇന്ദ്രസേമംഗള, മോഹിത് നഗർ, കാസർഗോഡൻ, സൈഗോൺ, സുവർണ്ണമംഗള 5 ഇനങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദായപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മോഹിത് നഗർ വെറൈറ്റിയാണ്. 4 കൊല്ലം കൊണ്ട് കായ്ക്കും, കൊലയായിട്ട് കായ്ക്കും. ഏകദേശം 4-4.5 കിലോളം നമുക്ക് കൊട്ടടക്കയുടെ വെയിറ്റ് ആവറേജ് കിട്ടുന്ന ഇനം തന്നെയാണ് മോഹിത് നഗർ. അതുപോലെ തന്നെ ഇൻട്രസേമംഗള എന്ന് പറഞ്ഞാൽ ഉയരം കുറച്ച് കുറവുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഇൻട്രസേമംഗളയുടെ തൈയാണ്. ഏകദേശം ഒരു 1.5 അടി ഹൈറ്റുള്ള തൈയാണ്. 10 മാസത്തോളം പ്രായമുള്ള തൈയാണ്. 3 ഇല മുതൽ 4 ഇല വരെയാണ് ഉണ്ടാവുക. നമ്മുടെ ഡെലിവറി ആണെങ്കിൽ 40 രൂപയ്ക്കാണ് നമ്മൾ എത്തിച്ചു തരുന്നത്. അതുപോലെ മിനിമം ഒരു 100 പീസാണ് ഓർഡർ പറയുന്നത്. എന്നാലും മിനിമം 2500 രൂപയുടെ ഓർഡർ നമുക്ക് ഫ്രൂട്ട് പാൻസിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് കവുങ്ങ് തൈ എത്തിച്ചു തരാൻ പറ്റുന്നതായിരിക്കും. നഴ്സറി വന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ 35 രൂപയെ നമുക്ക് ഇന്റർമംഗളയ്ക്ക് വരുന്നുള്ളൂ. കവുങ്ങിന് മാത്രം നമുക്ക് ഡെലിവറി ചാർജും നഴ്സറി വന്ന് എടുത്താലുള്ള ചാർജിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കവുങ്ങിന്റെ വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ തോട്ടത്തിന്റെ വീഡിയോ, ഹെബ്രി എന്നാണ് നമ്മൾ എടുക്കുന്നത്, ആ തോട്ടത്തിന്റെ അടക്കം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ തന്നെ അതിന്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവരും കവുങ്ങ് വെക്കാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും എടുത്തു നോക്കുക. കവുങ്ങിന്റെ ആദ്യം മുളയ്ക്കുന്ന 70% അടക്കം മാത്രം നമ്മൾ കവർ വെച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് റെഡി ആക്കുള്ളൂ. അതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കവുങ്ങ് തൈയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നതിന്റെ കാരണം. അതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മുടെ പറഞ്ഞ പോലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുന്നതായിരിക്കും. ഈ 5 വെറൈറ്റികളാണ്. പിന്നെ നിങ്ങൾക്ക് ഹൈറ്റ് കുറവ് വേണം, നല്ല കായ്ഫലം വേണമെന്നുണ്ടെങ്കിൽ സുവർണ്ണമംഗളി സെലക്ട് ചെയ്യാം. സുവർണ്ണമംഗളം നമുക്ക് ഉയരം വരാത്ത നല്ല കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് സുവർണ്ണമംഗളം. അതിന് തൈക്ക് 50 രൂപ വരുന്നുണ്ട്. അത് ഏകദേശം ഈ ഹൈറ്റിനേക്കാളും കുറച്ചും കൂടെ പ്രായമുള്ള തൈയാണ്. ഏകദേശം 11 മാസത്തോളം പ്രായമുള്ള തൈയാണ് സുവർണ്ണമംഗളയുടെ വരുന്നത്. ഇനി നമുക്ക് കശ്മാവിന്റെ കുറച്ച് വെറൈറ്റികൾ പരിചയപ്പെടാം. കശ്മാവിന്റെ ഇത് വിത്ത് തൈയാണ്, കുരുവിട്ട തൈയാണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 4-4.5 കൊല്ലമൊക്കെ വേണ്ടി വരും കായ്ക്കാൻ. പക്ഷേ നിങ്ങൾക്ക് മാനേജ്മെന്റ് കുറച്ച് നമുക്ക് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ ഉള്ള സ്ഥലത്ത് നടാൻ പറ്റിയ ഐറ്റം തന്നെയാണ് നമ്മുടെ കശ്മാവ്. പിന്നെ ഇനി കശ്മാവിന്റെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത 2 വെറൈറ്റികൾ നമ്മുടെ അടുത്തുണ്ട്. 3 വെറൈറ്റി ഉണ്ട്. പ്രിയങ്ക, ഭാസ്കര, അതുപോലെ കാഷ്യൂ കിങ്. ഇപ്പോൾ പ്രിയങ്ക, ഭാസ്കര എന്ന് പറഞ്ഞ വെറൈറ്റികളെ കുറിച്ച് പലർക്കും അറിയായിരിക്കും. പക്ഷേ കാഷ്യൂ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു നല്ല വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇരിട്ടി ഭാഗത്താണ് അതിന്റെ ഈ ഒറിജിൻ പ്ലാന്റ്സ്, മദർ പ്ലാന്റുകളുള്ളത്. അപ്പോൾ അതിന്റെ വലിപ്പം കൂടിയ അണ്ടിയും വലിപ്പം കൂടിയ പഴവുമാണ്. ഒരു 2.5 കൊല്ലം കൊണ്ട് കായ്ച്ചു കിട്ടും. വീടിന്റെ മുന്നിൽ വെക്കാനൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഡ്വാർഫായിട്ട് നിന്ന് കായ്ക്കുന്ന ഇനം തന്നെയാണ് കാഷ്യൂ കിങ്. അപ്പം നമുക്ക് കൃഷിയായിട്ട് ചെയ്യുകയാണെങ്കിലും വീട്ടിൽ നമുക്ക് കശ്മാവ് വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ വെറൈറ്റിയാണ് കാഷ്യൂ കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കൂടി ഐറ്റംസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. ഇത് നമുക്ക് ഏകദേശം ഒരു 60-70% നമ്മുടെ നഴ്സറി ബാക്കിയുണ്ട്. കുറേയും കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ട് കുറേ പാർട്സും കൂടി ഇനി വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ബാക്കിയുള്ള വീഡിയോസും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കിടിലൻ വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ.